ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്ത് ഉള്ള എല്ലോറ കേവ്സ് കാണാനുള്ള യാത്രയിലാണ്. പോകുന്ന വഴി നമ്മൾ ഔറംഗാബാദിനടുത്ത് തന്നെയുള്ള പ്രധാന മലയോര പ്രദേശമായി അറിയപ്പെടുന്ന ദേവഗിരി, പിന്നീട് ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൽ പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ പ്രദേശം പിടിച്ചെടുത്തതോടുകൂടി ഈ നഗരത്തിന് ദൗലത്താബാദ് എന്നാണ് പേര് വന്നിരിക്കുന്നത്. ആ ദൗലത്താബാദിലൂടെയാണ് യാത്ര. ഈ ദൗലത്താബാദ് ഇവിടെ ഈ ത്രികോണാകൃതിയിൽ കാണുന്ന ഈ മലമുകളിലാണ് ദൗലത്താബാദ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. 6-ാം നൂറ്റാണ്ടിൽ പണിത ഈ കോട്ട വളരെയധികം പ്രശസ്തമായതാണ്. 1610-ൽ ദൗലത്താബാദ് കോട്ടയ്ക്ക് സമീപം ഔറംഗാബാദ് എന്ന നഗരം സൃഷ്ടിക്കപ്പെട്ടു. അന്ന് ഈ നഗരത്തിൻ്റെ പേര് ഹസ്കി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എനിക്കിവിടെ വെച്ച് 2 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. കൊച്ചി ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്തു വരുന്നവരാണവർ. ഞാൻ കമാൻഡർ പ്രശാന്ത് ഠോംറെ. അങ്ങനെ ഞങ്ങൾ അവരിൽ നിന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവർ വീണ്ടും യാത്ര തുടങ്ങി. അവരും എല്ലോറയിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ കോട്ടയുടെ ദൃശ്യങ്ങളെല്ലാം നോക്കി കുറച്ചു നേരം കൂടി നിന്ന് എനിക്ക് തിരിച്ചു വരുമ്പോൾ ഈ കോട്ട കാണണം. അത്രയ്ക്കും പ്രശസ്തമായ ഒരു കോട്ടയാണിത്. വളരെ പ്രത്യേകതകളുള്ള ഒരു കോട്ട. ഔറംഗാബാദിൽ നിന്ന് 16 കിലോമീറ്റർ മാറിയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അവിടെ അടുത്ത് തന്നെ ഔറംഗാബാദിൽ നിന്ന് ഈ വരുന്ന വഴി തന്നെ ഔറംഗസേബിൻ്റെ ശവകുടീരവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുൽദാബാദ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. താജ്മഹൽ ഉൾപ്പെടെയുള്ള മുഗൾ വാസ്തുവിദ്യയുടെ വലിയ സ്മാരകങ്ങളായ മറ്റ് മുഗൾ ശവകുടീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഔറംഗസേബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ എല്ലോറ കേവ്സിനെ മുന്നിലേക്ക് എത്തി. എല്ലോറ കേവ്സിൻ്റെ ഈ കവാടം, ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം നടക്കാനുണ്ട് ഈ കേവ്സിലേക്ക്. ഇവിടെ നിരവധിയായ ഗുഹകളും അവയ്ക്കുള്ളിലെ ക്ഷേത്രങ്ങളും, ഒരു പ്രദേശം, ഒരു വലിയ പ്രദേശം, വലിയ ഒരു പാറക്കെട്ടാണിത്. അതിലെ ഓരോ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവിടെ ഇൻഫർമേഷനൊക്കെ ഉണ്ട്, അത് സ്കാൻ ചെയ്താൽ അറിയാം. അവിടെ നിന്ന് ടിക്കറ്റും എടുത്ത് ഞാൻ മെല്ലെ ഈ വിസ്താരമേറിയ ഈ പുൽമൈതാനത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ല വൃത്തിയും വെടുപ്പോടും കൂടിയിട്ടുള്ള ഈ ഗാർഡൻ്റെ നടുവിലൂടെയാണ് അങ്ങോട്ടേക്ക് നടന്നു പോകേണ്ടത്. കല്ല് വിരിച്ച ഈ പാതയിലൂടെ. 8-ാം നൂറ്റാണ്ടിലാണ് ഇത് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ പല നിർമ്മിതികളും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. ഞാനൊരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ട് കണ്ടിട്ടുള്ളതാണ്. അന്ന് ഇത്രയും മനോഹരമാക്കിയ ഈ പുൽമൈതാനവും അതുപോലെ തന്നെ ഈ ഗാർഡനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ എല്ലോറ കേവ്സിൽ കുറേയേറെ ഗുഹാക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ ഓരോ ഗുഹാക്ഷേത്രങ്ങൾക്കും പ്രത്യേകം നമ്പറുകളൊക്കെ ഇട്ടിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് 1 മുതൽ 12 വരെയുള്ള കേവ്സിൽ ബുദ്ധമത അനുയായികളുടെ ബുദ്ധമതത്തിൻ്റെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗുഹാക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാന നിർമ്മിതി കൈലാസ ക്ഷേത്രമാണ്. എല്ലോറയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആ ക്ഷേത്രമാണ് കാണുക. അത് കഴിഞ്ഞാൽ 2 സൈഡുകളിലേക്കും വഴിയൊക്കെ ഉണ്ട്, അവിടേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും നിറയെ ഇതേപോലെ 100ഓളം ഗുഹാക്ഷേത്രങ്ങളുണ്ട്. അതിൽ നമുക്ക് 20ഓളം ഗുഹാക്ഷേത്രങ്ങളിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ബാക്കി കുറേയൊക്കെ കാലപ്പഴക്കത്താൽ തകർന്നിരിക്കുന്നു. ചിലതിലൊന്നും നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്തത്ര വൃത്തികേടുമായി കിടക്കുന്ന കുറേ ഏറെ ഗുഹാക്ഷേത്രങ്ങളുണ്ട്.
പ്രധാനമായതും ഈ പുൽമൈതാനത്തിന് നേരെ കാണുന്ന ആ പാറക്കൂട്ടത്തിൽ കൊത്തിയെടുത്ത കൈലാസ ക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന നിർമ്മിതികളിലൊന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൈലാസ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് ക്ഷേത്രവും, ഈ ക്ഷേത്രം ഒരു ക്ഷേത്രമെന്ന് മാത്രം പറയാൻ പറ്റില്ല, ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണിത്. എല്ലോറ ക്ഷേത്ര ഗുഹകളിൽ ഏറ്റവും വലുതുമാണിത്. ഇത് കുറച്ച് വർഷങ്ങൾ കൊണ്ടൊന്നല്ല പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഏതാണ്ട് 200 വർഷം കൊണ്ട് പല രാജാക്കന്മാരുടെയും ഭരണകാലഘട്ടത്തിൽ പണിതതാണെന്നാണ് ഗവേഷകർ പറയുന്നത്. 10 തലമുറകൾ തന്നെ ഇതിനായി പണിയെടുത്തിട്ടുണ്ടാവാം എന്നും പറയുന്നു. ഈ ക്ഷേത്രത്തിനകത്ത് അത്ഭുതങ്ങളാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ശിലയിൽ രചിച്ച ഒരു മഹാകാവ്യം എന്ന് തന്നെ ഈ ഗുഹാക്ഷേത്രമായ കൈലാസ ക്ഷേത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇവിടെ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയാൽ കുറച്ച് വേറെ ക്ഷേത്രങ്ങൾ കാണാം. നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഈ ഇടത്തെ സൈഡിൽ വരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെ അതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസുകളും ഗ്രാനൈറ്റിൽ കൊത്തിവെച്ച് ഇതിൻ്റെ ഒരു ഏതൊക്കെ ഗുഹയിൽ ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രവേശനമുണ്ട് എന്നെല്ലാം കാണിക്കുന്ന ഒരു രേഖാചിത്രവും ഇവിടെ ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് സഞ്ചാരികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ രേഖാചിത്രം കൊത്തിവെച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ഗ്രാനൈറ്റിൽ ഈ ഗോൾഡൻ ലെറ്ററോട് കൂടി എഴുതി വച്ചിരിക്കുന്നത് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പോകുന്ന ഈ 16ാമത്തെ ഗുഹ, കേവ്സ് 16ാമത്തെ ഗുഹയെ പറ്റിയാണ് ഇതിൽ ഏറ്റവും കൂടുതലായി എഴുതി വച്ചിരിക്കുന്നത്. അതാണ് കൈലാസ ക്ഷേത്രം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പണിതതാണിത്. രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലത്ത് അതെല്ലാമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കൃഷ്ണ 1ാമൻ രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ആന, വ്യാളി, സിംഹം എന്നിവയുടെ വലിയ രീതിയിലുള്ള ശില്പങ്ങളെല്ലാം നമുക്ക് സൂക്ഷിച്ച് കാണാം. നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. വളരെ നീളത്തിലുള്ളതാണ് ഈ ക്ഷേത്രമുറ്റം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാറക്കെട്ടുകളിൽ 2 നിലകളായി മണ്ഡപങ്ങളും മുറികളും മറ്റും നമുക്ക് ധാരാളം കാണാം. ഈ കാണുന്നതെല്ലാം ആ മണ്ഡപത്തിലെ മുറികളും മറ്റുമാണ്. ക്ഷേത്രത്തിൽ അന്നുകാലത്ത് വരുന്നവർക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ പൂജാരികളുടെയും മറ്റും താമസ സൗകര്യത്തിനോ മറ്റോ പണിതതായിരിക്കണം ഇതെല്ലാം തന്നെ. ഇവിടെയും നല്ല നിർമ്മിതികളുണ്ട്. കടഞ്ഞെടുത്ത കൊത്തുപണിയോടുകൂടിയ തൂണുകളും എല്ലാം ഉണ്ട്. ഇതിനകത്തൊക്കെ വിശ്രമ കേന്ദ്രമായിരിക്കണം. ഇതെല്ലാം വളരെ ഡിസൈൻ ചെയ്ത ഭാഗങ്ങളാണ്. ഈ ക്ഷേത്രത്തിനകത്തേക്ക് വരുമ്പോൾ ഇതുപോലെ 2 സൈഡിലും ഓരോ ആനകളെ നിർമ്മിതികളുണ്ട്. ആനയ്ക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ 4 സൈഡിലും, ഞാൻ ഇടത്ത് സൈഡ് കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ ഇതിലേക്ക് ഈ കോമ്പൗണ്ടിലേക്ക് കടന്നിരുന്നത്. അങ്ങനെ ഇടത്തെ ഭാഗത്തെ കൂടെ കടന്ന് വലത്തെ വശത്തെ കൂടെ വരാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തും ഇതുപോലെ ക്ഷേത്രത്തിന് 2 വശവും ഇതുപോലെ ഓരോ ആനകളുണ്ട്. അതുപോലെ പണ്ട് കാലങ്ങളിലെല്ലാം ഈ രാജാക്കന്മാരുടെ വിജയത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വിക്ടറി സ്തൂപങ്ങൾ, അതും ഈ 2 സൈഡിലുമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റും പാറകളിൽ കൊത്തിയെടുത്ത മുറികൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ചുറ്റും ചെറിയ ചെറിയ കോവിലുകളും കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വിക്ടറി സ്തൂപം. ഇത് ചില കോട്ടകളിലൊക്കെ നമ്മൾ ഇതേപോലെ അവിടുത്തെ രാജാക്കന്മാർ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ആ ഓരോ യുദ്ധത്തിലും വിജയിക്കുമ്പോൾ പണിയുന്ന വിക്ടറി സ്തൂപമാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള, ഈ ക്ഷേത്ര കോംപ്ലക്സ് എന്ന് തന്നെ പറയാം, അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ. ഈ ഓരോ ശില്പങ്ങളിലും വളരെ പ്രത്യേകതയോടുകൂടി ഈ ഗുഹാക്ഷേത്രത്തിൽ കൊത്തുപണികൾ, കല്ലിൽ കൊത്തുപണികളും ശില്പങ്ങളുമാണ് ധാരാളമുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് മാറി 140 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ എത്തുന്ന അജന്ത ഗുഹാക്ഷേത്രങ്ങളിലുള്ളത് കൂടുതലുമായും ചിത്രപ്പണികളാണ്.
ഇതെല്ലാം തന്നെ അന്നത്തെ ഹിന്ദു ദേവന്മാരുടെയും ദേവതമാരുടെയും എല്ലാം ചിത്രങ്ങൾ കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു ഭാഗങ്ങളാണ്. ഇതാണ് 2 നിലയോട് കൂടിയിട്ടുള്ള ഈ ക്ഷേത്ര കോംപ്ലക്സിന്, ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള ആ നിർമ്മിതി, പാറയിൽ ഉള്ള നിർമ്മിതി. ഇത് എന്തുകൊണ്ടും എല്ലോറ ക്ഷേത്രത്തിന് വളരെയധികം സൗന്ദര്യം തോന്നുന്ന ഒരു നിർമ്മിതിയായി നമുക്ക് മനസ്സിലാക്കാം. വെറും കരിങ്കല്ലിൽ ചിത്രപ്പണികളോടുകൂടി, എല്ലാം കരിങ്കല്ലിൽ അത്രയും കണക്കുകൂട്ടലോടുകൂടി കരിങ്കല്ലിൽ പണിതിരിക്കുന്ന ഈ മഹാ അത്ഭുതമാണിത്. പുരാതന ലോകാത്ഭുതങ്ങളിലെ 8ാമത്തെ അത്ഭുതമാണ് ഈ ക്ഷേത്രം, കൈലാസ ക്ഷേത്രം, എല്ലോറയിലെ കൈലാസ ക്ഷേത്രം എന്ന് ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാലും അങ്ങനെ തന്നെ നമുക്കും തോന്നിപ്പോകും. താജ്മഹൽ വേറൊരു മഹാത്ഭുതമാണെങ്കിൽ, അത് വേറൊരു രീതിയിലെ നിർമ്മാണമാണെങ്കിൽ, ഇത് ഒരു പാറയെ അങ്ങനെ തന്നെ കാർവ് ചെയ്ത് മുകളിൽ നിന്ന് താഴത്തോട്ട് കാർവ് ചെയ്തു വന്നിരിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു അത്ഭുതം തന്നെയാണ്. എന്തുകൊണ്ടും പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവരെല്ലാം തന്നെ ഇത് മഹാരാഷ്ട്രയിൽ വന്നാൽ ഈ എല്ലോറ, അജന്ത കേവ്സുകളെല്ലാം തന്നെ കണ്ടിരിക്കേണ്ടതാണ് ഒരു മലയാളി. ഒരു കൂറ്റൻ ഒറ്റപ്പാറയിൽ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്തതാണെന്ന് ഓർക്കുക. ഇതെല്ലാം വെറുതെ കല്ലുകൾ അടക്കി വെച്ച് പണിതെടുത്തതല്ല. ഈ കാണുന്നതൊന്നും കൊത്തി താഴേക്ക് ഇറങ്ങി വന്നതാണ്. അനേകം ആൾക്കാരുടെ അനേകം വർഷങ്ങളുടെ ഫലമായി കൊത്തിയെടുത്തവ. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് കാർവ് ചെയ്ത് എടുത്തതാണ് ഈ ക്ഷേത്ര സമുച്ചയം. എത്ര ഭാവനയും ആസൂത്രണവും വേണമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. വലിയൊരു പാറ എന്ന് പറയാൻ പറ്റില്ല, ഈ മലയിലെ ഭാഗത്തെ ഇന്നത്തെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മിതികളിൽ ഒന്നായാണ് ഈ എല്ലോറ ഗുഹകളിലെ കൈലാസ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇന്ത്യൻ റോക്ക് കട്ടിൻ്റെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ക്ലൈമാക്സ് എന്നാണ് ഈ കൈലാസ ക്ഷേത്രത്തെ ലോക വാസ്തുശില്പികളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. 33 മീറ്ററും ഉയരമുള്ള ഒരു നിർമ്മിതിയാണ്. കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടി തയ്യാറാക്കിയ ഒരു നിർമ്മിതി. ഇത്തരം ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ ഈ പാറകൾ കാണുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പാറകളായിട്ടല്ല തോന്നുന്നത്. അതുകൊണ്ട് ഇത് നിർമ്മിക്കാനും വളരെയധികം എളുപ്പമുള്ള പ്രദേശങ്ങളാണ് എന്ന് തോന്നുന്നു. ചില ഭാഗങ്ങളെല്ലാം തകർന്നു വീണിട്ടുണ്ട്. അതൊക്കെ കമ്പിയിലൂടെ കുത്തുകൊടുത്ത് നിർത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രം നല്ല രീതിയിൽ ഈ പാറയിൽ പണിത ഇതിൻ്റെ ആ ആർക്കിടെക്ചറിനെ എവിടെയും പ്രതിപാദിക്കുന്നില്ല. അവരെപ്പറ്റി പുരാവസ്തു ഗവേഷകരെല്ലാം അതിനെപ്പറ്റി അന്വേഷണവും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാറയൊക്കെ കാർവ് ചെയ്തെടുത്ത് ഈ ഗുഹകളിൽ നിന്ന്, എല്ലോറ ഗുഹകളിൽ നിന്ന് ഏകദേശം 90 ലക്ഷം ടൺ കല്ല് നീക്കം ചെയ്തതായാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. അങ്ങനെ കണക്കാക്കുമ്പോൾ ഈജിപ്തിലെ പിരമിഡ് നിർമ്മിക്കാൻ ആവശ്യമായ കല്ലിനേക്കാൾ കൂടുതലുണ്ട് ഈ കല്ലുകൾ എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിശയകരമായ വസ്തുത, ഈ ഗുഹകളിൽ നിന്ന് വെട്ടിമാറ്റിയ കല്ലിൻ കഷ്ണങ്ങൾ ഇതിൻ്റെ അടുത്ത പ്രദേശമായ 10-20 കിലോമീറ്റർ പ്രദേശത്ത് കണ്ടെത്താൻ ഇതുവരെയും ആർക്കിയോളജിക്കൽ വകുപ്പിന്, പുരാവസ്തു വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ, ഈ ശിവലിംഗം ഇരിക്കുന്ന മെയിൻ ആ ഹോളിലേക്ക് നമ്മൾ കടന്നു. ഇവിടെ ലൈറ്റിംഗ് കുറവാണ്. എന്താണ് കാരണമെന്നറിയില്ല. ലൈറ്റിങ്ങിലൂടെ ഇവിടുത്തെ ചില അതിൽ കൊത്തുപണികളുടെ ഒപ്പം തന്നെ ചിത്രരചനകളുമുണ്ട്. അതിന് നാശം സംഭവിക്കുമായിരിക്കാം. ഫ്ലാഷ് അടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല.
അപ്പോൾ ചില ഗൈഡുകളെല്ലാം അവരുടെ കയ്യിൽ ചെറിയ പെൻ ടോർച്ച് ഉണ്ട്, അത് വെച്ചാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഈ ശ്രീകോവിലിലെ ശിവലിംഗ പ്രതിഷ്ഠ. അപ്പോൾ ധാരാളം ആൾക്കാർ വന്ന് ഇവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി ഒരു ഭാഗങ്ങളിലെല്ലാം സൈലൻ്റായിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാം ആൻഡ് ക്വയറ്റ് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ വളരെയധികം കൂളിങ്ങുമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം. നല്ല വെയിലത്ത് പോലും ഇതിനുള്ളിൽ നല്ല തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ആ ശിവലിംഗ പ്രതിഷ്ഠയും കണ്ട് അവിടെ നിന്ന് വീണ്ടും പുറത്തിറങ്ങുകയാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഇതിലെ സൈഡിലൂടെയെല്ലാം തന്നെ ഇതിൻ്റെ ഓരോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓരോ ശ്രീകോവിലുകളും ഇവിടെയുണ്ട്. ഓരോ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, അതിനൊക്കെ ശ്രീകോവിലിൽ ചിലതിലെല്ലാം പ്രതിഷ്ഠയുണ്ട്, ചിലതെല്ലാം തകർന്നു പോയിരിക്കുന്നു. അങ്ങനെ ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇതിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ തന്നെ വയ്ക്കുന്ന മറ്റൊരു മഹാത്ഭുതം ആണ് എല്ലോറ ക്ഷേത്രം. നമ്മൾ മലയാളികൾ ജീവിതത്തിൽ ഒരിക്കൽ ഉറപ്പമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇവിടെ നിന്ന്, ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ നേരത്തെ വന്ന ആ വഴിയാണ് അങ്ങേയറ്റത്തുനിന്ന് കാണുന്നത്. ഈ പുൽമൈതാനമൊക്കെ വെട്ടി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊരു ബാൽക്കണിയെല്ലാം ഇവിടെ ഈ ക്ഷേത്ര കോംപ്ലക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു അത്ഭുതം തന്നെയാണ്, കല്ലിൽ മാത്രം വിരിഞ്ഞ ഈ സൗധം. സന്ദർശകർ എല്ലായിടത്തും സസൂക്ഷ്മം കണ്ട് പരിശോധിച്ച് കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണം രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമൻ രാജാവായിരുന്നു. AD 786 മുതൽ 773 വരെ എന്നാണ് ഈ നിർമ്മാണ കാലയളവ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രം തകർക്കാൻ ആയിരക്കണക്കിന് പടയാളികളെ ഇങ്ങോട്ട് അയച്ചതായും അവർക്ക് ഈ ക്ഷേത്രത്തിൽ കാര്യമായി തകർക്കാൻ സാധിക്കാതെ അവർ മടങ്ങിപ്പോയതായും ചരിത്രം രേഖപ്പെടുത്തുന്നു. അന്ന് കാലത്തെ ആ പടയോട്ടത്തിൽ അല്ലെങ്കിൽ ആ ആക്രമണത്തിൽ നശിച്ചതായിരിക്കാം കുറേ ഭാഗങ്ങളെല്ലാം, നശിച്ച ഭാഗങ്ങളും നമുക്ക് കാണാം. ഇതാണ് പണ്ട് രാജാക്കന്മാർ യുദ്ധത്തിലൊക്കെ ജയിക്കുമ്പോൾ അവർ നാട്ടാറുള്ള പോലെയുള്ള വിക്ടറി സ്തൂപങ്ങൾ. അതെന്തിനാണ് അമ്പലത്തിൽ നാട്ടിയതെന്നാണ് മനസ്സിലാവാത്തത്. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഓരോ സൈഡിലുള്ള ഒരു കോംപ്ലക്സ് ഏരിയ. വളരെ നീണ്ട നാഴിയോട് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണിത്. കോറിഡോർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ ഓരോ തൂണുകളും പുറത്തെവിടെയും നിർമ്മിച്ചു കൊണ്ടെന്ന് ഇതിൽ ഫിറ്റ് ചെയ്തതല്ല. ഇത് ഇവിടെ ഈ കല്ലിൽ കൊത്തിയെടുത്ത തൂണുകളാണ്. ഇവിടെ സന്ദർശകരെല്ലാം ധാരാളം ഇത് കണ്ട് മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് ഗൈഡുകളെ വെച്ച് മനസ്സിലാക്കുന്നവരും ധാരാളമുണ്ട്. ഇത് 2 ഫോറിനേഴ്സ് ഗൈഡുകളെ വെച്ച് ഇതിൻ്റെ എല്ലാ അത്ഭുത കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇവിടെയും ടോർച്ചെല്ലാം അടിച്ച് കാണിച്ച് ഇത് ഏത് ദേവതമാരാണെന്നെല്ലാം ഗൈഡുകൾ നമുക്ക് പറഞ്ഞു തരും. ഇതിലുള്ള ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഓരോന്നും വ്യാളിയും ദേവന്മാരും അതുപോലെ തന്നെ ആനയും അങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും എല്ലാം തന്നെ ഇവിടെ രചിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഗുഹാക്ഷേത്രങ്ങൾ ജൈനമത വിശ്വാസത്തിലും അതുപോലെ തന്നെ 13 മുതൽ 29 വരെയുള്ള ഭാഗം ഹിന്ദുമത വിശ്വാസത്തിലും അതുപോലെ 30 മുതൽ 34 വരെയുള്ള ക്ഷേത്രങ്ങൾ ബുദ്ധമത വിശ്വാസത്തിലും അങ്ങനെ ധാരാളം 3 വിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസത്തിൽപ്പെട്ട കൊത്തുപണികളോടുകൂടിയ അതിവിശാലമായ ഒരു ക്ഷേത്ര കോംപ്ലക്സാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കോറിഡോർ. നമ്മൾ ഇടത്ത് സൈഡിൽ കൂടെ ഇതേപോലെ വന്ന് ബാക്ക് സൈഡും ഇതുപോലെ തന്നെ കവർ ചെയ്ത് വലത്തെ സൈഡിൽ കൂടെ ഇതിന്
വീണ്ടും മുന്നിലേക്ക് എത്താം. ഇതൊരു അത്ഭുതം തന്നെ. ഇതെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് ഹൈന്ദവ ദേവതമാരുടെയും പുരാണ സന്ദർഭങ്ങളും സാധാരണ ജീവിത രീതികളും മറ്റും ഇവിടെ ഈ ശില്പങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നു ഇവർ. ഇതിൽ നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഇത് എല്ലാം മനസ്സിലാക്കാം. ഇവിടെ നിന്ന് ജൈന ക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്ററോളം ഇവിടെ നിന്ന് സഞ്ചരിക്കണം. നടന്നു പോവാം, അല്ലെങ്കിൽ നമ്മൾ ആ ഇലക്ട്രിക് ഓട്ടോ അല്ലെങ്കിൽ ഗോൾഫ് കാർട്ട് എന്ന് പറയാം, അത് സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലോറ ഗുഹ ക്ഷേത്രത്തിന് അടിയിലേക്ക് ഭൂഗർഭ അറയുണ്ട് എന്നാണ് ഇവിടെ ഈ ആർക്കിയോളജിക്കൽ വകുപ്പിലെ പറയുന്നത്. ഈ അടിഭാഗത്ത് ഒരു ടൗൺഷിപ്പ് തന്നെ പണ്ട് ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ഇവർ ആർക്കിയോളജിക്കൽ സർവേ പറയുന്നത്. അപ്പോൾ ഈ ഭൂഗർഭ അറയിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മളെ കടത്തിവിടുന്നില്ല. പക്ഷെ ചിലയിടത്തൊക്കെ ഇതുപോലെ ഈ കാണുന്നത് പോലെ ഭൂഗർഭ അറയിലേക്ക് പോകാനുള്ള വഴികളുണ്ട്. അതിലേക്കൂടെ ഒന്ന് ഞാൻ പോയി നോക്കുന്നു.